ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കണ്ടീഷനിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെയധികം ശക്തിയും കഴിവും നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി വിചാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങളൊരു സാധാരണക്കാരനാണ് എന്നായിരിക്കാം. എന്നാൽ സത്യത്തിൽ നിങ്ങൾ ഉള്ളുകൊണ്ട് ഒരു സിംഹമാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വലിയ കഴിവുകളും ശക്തിയുമുള്ളൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങളെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് പേടിക്കരുത് എന്നുള്ളതാണ്. അതായത് നിന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്ന് പറയുന്നവർക്ക് മുന്നിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പൂട്ടിയിടരുത് എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഇവിടെ പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ പേടിയും സ്വയമുള്ള സംശയങ്ങളും ഒക്കെ മാറ്റി നിർത്തി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവിലും ശക്തിയിലും ഇവിടെ വിശ്വസിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാർഡിൽ ഒരു സിംഹക്കുട്ടി ആടുകളുടെ കൂട്ടത്തിൽ പെട്ടുപോയതായിട്ട് കാണാം. അങ്ങനെ പെട്ടുപോയി നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അത് ആടുകളുടെ കൂടെ വളർന്നത് കൊണ്ട് താനും ഒരു ആടാണ് എന്ന് കരുതി ആടുകളെ പോലെ കരയാനും ജീവിക്കാനും ഒക്കെ തുടങ്ങി. എന്നാൽ ഒരു ദിവസം അത് വെള്ളത്തിൽ തൻ്റെ നിഴൽ കണ്ടപ്പോഴാണ് അതിന് മനസ്സിലായത് താൻ ആടല്ല, ശക്തിയുള്ള ഒരു സിംഹമാണ് എന്ന്. അതുപോലെ നിങ്ങളൊരു സാധാരണക്കാരനല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു കഴിവ് നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തി പുറത്ത് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല, പ്രതിസന്ധികളെ ഭയമില്ലാതെ നേരിടാനുള്ള ധൈര്യം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ സ്ട്രെങ്ത് എത്രമാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങളുടെ സ്വന്തം ചിന്തകൾക്കനുസരിച്ച് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ളൊരു വഴി തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് അവയർനെസ് ആണ്. ഇതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അതായത് എന്തു ചെയ്യണം എന്ന ആശയക്കുഴപ്പം മാറി എല്ലാ കാര്യത്തിലും കൃത്യമായ ഒരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്തു പ്രശ്നം വന്നാലും അവിടെ മനസ്സ് പതറാതെ ശാന്തമായിട്ടിരിക്കാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ചില ആളുകളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളുടെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണ്, ഇതെല്ലാം ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന മോശം ചിന്തകളിൽ നിന്ന് മുക്തി നേടി മനസ്സിൻ്റെ ആ ഒരു ബഹളങ്ങളെല്ലാം മാറി ചിന്തകൾക്കൊക്കെ ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് വലിയൊരു സമാധാനവും ഒക്കെ
ഈ ഒരു സമയം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ സ്ലോയിങ് ഡൗൺ ആണ്. ഇതിൽ നിങ്ങളിവിടെ ഒന്നിനു വേണ്ടിയും ധൃതി വെക്കേണ്ടതില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒന്നിനും അനാവശ്യമായ ധൃതിയോ അല്ലെങ്കിൽ ഒരു വെപ്രാളമോ ആവശ്യമില്ല എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളും സംഭവിക്കേണ്ട കൃത്യസമയത്ത് തന്നെ സംഭവിച്ചുകൊള്ളും. അതുപോലെ നിങ്ങൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടാതെ, ഭാവിയിലെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ഓടിത്തളരാതെ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന നിമിഷത്തെയും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾ ആസ്വദിക്കാനാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഈ ഒരു സമയം നന്നായി വിശ്രമിക്കണമെന്നും നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടപ്പന്തയമല്ല, അതൊരു യാത്രയാണ്. അപ്പോൾ വേഗത കുറച്ച് ശാന്തമായി ഓരോ ചുവടും ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളിവിടെ ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നൊരു മെസ്സേജ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും ഓട്ടപ്പാച്ചിലുകളിൽ നിന്നുമെല്ലാം ഈ ഒരു സമയം വളരെ ആശ്വാസം ലഭിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നിരന്തരമായി റെസ്റ്റ് എടുക്കാതെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. നമ്മൾ ചിലപ്പോഴെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടത് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇടയ്ക്ക് നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ട് സന്തോഷവും നിങ്ങൾക്ക് സമാധാനവും ഒക്കെ ലഭിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ ട്രസ്റ്റാണ്. ഇതിൽ ശൂന്യതയിലേക്ക് യാതൊരു ഭയവും ഇല്ലാതെ ചാടുന്ന ഒരു ആളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഭയമില്ലാതെ മുന്നോട്ട് നിങ്ങൾ പോകണം എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ ധൈര്യത്തോടു കൂടി ചുവട് വെക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ സംശയങ്ങളും ഭയങ്ങളും നിങ്ങൾ മാറ്റിവെക്കുക. പിന്നെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പ്രപഞ്ചം നിങ്ങളെ സുരക്ഷിതമായി താങ്ങി നിർത്തും എന്നൊരു പൂർണ്ണ വിശ്വാസം നമുക്കെപ്പോഴും വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളെടുക്കുന്ന ധീരമായ തീരുമാനങ്ങളിൽ നിങ്ങളെ താങ്ങി നിർത്താൻ പ്രപഞ്ചത്തിൻ്റെ വലിയൊരു പിന്തുണ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഓർത്തും അമിതമായിട്ട് ആശങ്കപ്പെടാതെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങളെ വീഴാതെ താങ്ങാൻ പ്രപഞ്ചം കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ മൂവ്മെൻറ്റ് ടു മൂവ്മെൻ്റ് ആണ്. ഇതിൽ വെള്ളത്തിന് മുകളിലൂടെ കല്ലുകളിൽ വളരെ ശ്രദ്ധയോടെയും സമനിലയോടെയും ഓരോ ചുവടുമായി മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് കാണാൻ കഴിയുന്നത്. ആ ഒരു വ്യക്തി ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് എന്തെന്നാൽ, നിങ്ങൾ ഈ ഒരു സമയം ഒരു ചുവട് മാത്രം അതായത് ഒരേ സമയം ഒരു ചുവട് മാത്രം വെക്കണം എന്നുള്ളതാണ്. അതായത് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നോർത്ത് നിങ്ങൾ വിഷമിക്കാതെ, നിങ്ങൾ ടെൻഷൻ അടിക്കാതെ, ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള കാര്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ്. ഇതിൽ പരിഭ്രാന്തിയില്ലാതെ നിങ്ങൾ വളരെ ജാഗ്രതയോടും കൃത്യമായ ബാലൻസോടും കൂടെ മുന്നേറുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു പ്രസന്റ് മൂമെൻറ്റിൽ ജീവിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനൊരു മെസ്സേജാണ് ഇവിടെ ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. മാത്രമല്ല ഈ സമയത്തെ ഓരോ തീരുമാനങ്ങളും നമുക്ക് വളരെ ശാന്തമായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മൂവ്മെൻറ്റിൽ ഇരിക്കണം എന്നാണ്. നമ്മൾ പാസ്റ്റിലെ ചിന്തകളിൽ ഇരുന്നു കൊണ്ട് ഇന്നത്തെ തീരുമാനം എടുക്കരുത് എന്നാണ്. ഫ്യൂച്ചറിലെ ആകുലതകളിലും ഒക്കെ ഇരുന്നു കൊണ്ട് ഇന്നത്തെ തീരുമാനം നമ്മൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിലുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി ശാന്തമായിട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മൂവ്മെൻറ്റിൽ ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഓരോ ചുവടും ശ്രദ്ധയോടെ വയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഒരു പ്രസന്റ് മൂവ്മെൻറ്റിൽ
ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിതം എന്നത് ഫ്യൂച്ചറിലുള്ള ഒരു ലക്ഷ്യമല്ല, മറിച്ച് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ വി ആർ ദ വേൾഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന അനുകമ്പയും സ്നേഹവും ഇതെല്ലാം തന്നെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് തിരികെ എത്തുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ പിന്തുണയ്ക്കുന്ന നല്ല സുഹൃത്തുക്കളെയും നല്ല ആളുകളുടെയും ഒക്കെ ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലും ജോലിസ്ഥലത്തുമൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഐക്യവും പരസ്പര ധാരണയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്നും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ സക്സസ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ പ്രയത്നിച്ച കാര്യത്തിന് ഒരു വിജയം കൈവരിക്കാനും നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്താനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രതിസന്ധികളെ കീഴടക്കി, അതായത് ഇതിൽ ഒരു കടുവയെപ്പോലെ ശക്തമായ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും കീഴടക്കി അതിനു മുകളിൽ നിയന്ത്രണം നേടാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിജയം നിങ്ങൾ മനസ്സറിഞ്ഞ് ആഘോഷിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, അതായത് ജയവും തോൽവിയും അത് ജീവിതത്തിൽ താൽക്കാലികം മാത്രമാണ് എന്നാണ്. അത് നമ്മളെപ്പോഴും ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമാണ്. ജയപരാജയങ്ങൾ അത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒന്നും നമുക്ക് ഒരു സ്ഥിരമായിട്ട് ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചില അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങളുടെ അധ്വാനവും കഴിവും മറ്റുള്ളവർ തിരിച്ചറിയുകയും അത് പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഒരു ഫലം ലഭിച്ച് അത് നിങ്ങൾ ആഘോഷിക്കുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ റിപ്നസ് ആണ്. ഇതിൽ നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു അവസാനമായിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. വളരെ വലിയൊരു വിജയം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ കാത്തിരുന്നൊരു വിജയം തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. നിങ്ങൾ വളരെ കാലമായി കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ഫലം വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ലഭിക്കുന്നതാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ വിതച്ച നല്ല കാര്യങ്ങളുടെ വിത്ത് നിങ്ങൾക്ക് ഫലം തരുന്നു എന്നാണ്. അർഹിച്ച നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുവെന്നും കാണുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു പുതിയ ജോലി തുടങ്ങാനോ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും അതിൻ്റെ സ്വാഭാവികമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കണം എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ തനിയെ സംഭവിക്കാൻ നിങ്ങളൊന്ന് അനുവദിക്കുക. പഴുത്തു പാകമായ ആ ഒരു പഴം മരത്തിൽ നിന്ന് സ്വയം താഴേക്ക് വീഴുന്നത് പോലെ നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് സ്വാഭാവികമായും ഫലം കണ്ടു തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അത് വളരെയധികം ശക്തമായിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അത് നിങ്ങൾ അവഗണിക്കരുത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളത് സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇമോഷണലി നിങ്ങൾ വളരെ മെച്യൂർഡായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഹീലാകുന്ന ഒരു സമയം കൂടിയാണ്. അതായത് റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു അസുഖമൊക്കെ ആയിരുന്നെങ്കിലോ അതൊക്കെ ഈ ഒരു സമയം പെട്ടെന്ന് നിങ്ങളിൽ നിന്നും ഹീലായി തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു സ്നേഹമൊക്കെ തോന്നുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങൾ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കേണ്ടിയിരിക്കുന്നു എന്ന് സ്വയം തിരിച്ചറിയുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ദൈവാനുഗ്രഹം മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എങ്കിൽ അവിടെ ഈ ഒരു സമയം
നിങ്ങളിലേക്ക് ആ ഒരു ദൈവാനുഗ്രഹം വരുന്നു എന്നാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് ദൈവികമായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം ഈ സമയം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല സ്നേഹം, അതുപോലെ മനസ്സിന് സമാധാനം, ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, പിന്നെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന് എന്തെങ്കിലും വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വരുന്നൊരു എനർജിയാണ്. ആ ഒരു വിള്ളലുകളൊക്കെ മാറി തുടങ്ങുകയും നിങ്ങൾക്ക് ഇത്തരത്തിൽ നല്ലൊരു സ്നേഹവും മനസ്സിന് സമാധാനവും ഒരു സ്പിരിച്വൽ ഗ്രോത്തുമൊക്കെ നിങ്ങളിലേക്ക് വരുന്നൊരു സമയം കൂടിയാണ് ഇതെന്നുള്ളതാണ്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ട്രാവൽ കാണുന്നുണ്ട്. ചില ആളുകൾക്ക് ചെറിയൊരു ട്രാവൽ നിങ്ങൾക്കുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്റ്റക്കായിരുന്ന പല കാര്യങ്ങൾക്കും മാറ്റം സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കുറേ കാലം കൊണ്ട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനെങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും, എനിക്ക് ഒട്ടും വയ്യ എന്നൊക്കെ ചിന്തിച്ച സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് പെട്ടെന്നൊരു ഷിഫ്റ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം തോന്നാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നൊരു പ്രതീക്ഷ ഈ ഒരു സമയം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്പീഡ് കൂടുതലായിരിക്കും. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഊർജം ഈ ഒരു സമയം നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആക്ഷൻ എടുക്കാനുള്ളൊരു മെസ്സേജ് വരുമെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കണം, ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെയും നിങ്ങളിലേക്ക് എത്തിയൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്കുള്ളൊരു സമയമാണ്. നിങ്ങൾ എന്താണോ ചിന്തിച്ചത്, പാസ്റ്റിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത്, എന്താണോ നിങ്ങളിൽ ഇല്ലാതിരുന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ സമയം ദൈവാധീനം അത് വളരെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ് എന്നും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളൊരു വിന്നറാണ് എന്നാണ് കാണുന്നത്. എല്ലായിടത്തും ഒരു വിജയിയായി നിൽക്കുന്ന ഒരു ഭാവമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ആളുകൾ വരുന്നൊരു സമയം കൂടിയാണ് ഈ ഒരു സമയം. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾക്ക് സന്തോഷമായാലും സങ്കടമായാലും എന്തായാൽ പോലും അതിനെയൊക്കെ കൺട്രോളിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസ് അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ നിങ്ങളിവിടെ ശ്രമിക്കുമെന്നുള്ളതാണ്. പിന്നെ ഹൃദയത്തിന് മേൽ നമ്മുടെ ബുദ്ധിക്കൊരു ആധിപത്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസൊക്കെ ഒന്ന് മാറ്റിവെക്കും. കാരണം എല്ലാ സമയത്തും നമ്മുടെ ഇമോഷൻസ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരാം. അപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ട് ഒന്നും തന്നെ ചെയ്യാനില്ല, അവർ നമ്മളെ അങ്ങനെ മുതലെടുത്തുകൊണ്ടേയിരിക്കും എന്നുണ്ടെങ്കിൽ ഈ സമയം പ്ലീസിങ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് മതിയാക്കി നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് നിങ്ങൾ പറയുന്നത് വളരെ ഹ്യൂമറസ് ആയിട്ട് നിങ്ങളത് പറഞ്ഞു ഫലിപ്പിക്കും എന്നുള്ളതാണ്. അല്ലാതെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന രീതിയല്ല. പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വളരെ ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് നിങ്ങളോട് യാതൊരു വൈരാഗ്യവും തോന്നൂല. എന്നാൽ നിങ്ങൾ പറയുന്നത് അവർക്ക് കേട്ടേ പറ്റുകയുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഈ സമയം ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പുതിയ എന്തെങ്കിലും ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് പൈസ വരാം. ഇപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വരുമാനത്തിൻ്റെ തുടക്കത്തിലായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു പുതിയ വഴി കാണിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്തിനാണോ പ്രാർത്ഥിച്ചിരുന്നത് ആ പ്രാർത്ഥനയുടെ ഫലം ദൈവം നിങ്ങൾക്ക് തരുന്നൊരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഒരു പുതിയ ജോലി സാധ്യതയോ അങ്ങനെയൊക്കെ നിങ്ങളിലേക്ക് എത്താനും ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് അർഹമായൊരു കാര്യം അത് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ പുതിയ കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്നും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് പൈസ വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പുതിയ എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങുന്നതാവാം,
അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതിൽ നിന്ന് ലാഭം കിട്ടാൻ തുടങ്ങുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളെ ഒരു ഗ്രേറ്റ് ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന എന്തോ ഒരു കാര്യം ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നേരെ വരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾക്ക് മാറ്റിക്കളയാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു പുതിയ ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ അത് എന്ത് തടസ്സമായാലും ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, എന്ത് തടസ്സവും വന്നോട്ടെ, എനിക്ക് ആ ഒരു തടസ്സത്തെ മാറ്റാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഈ സമയം നിങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയൊരു തുടക്കമാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് പുതിയ എന്തോ ഒരു തുടക്കം കുറിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾക്കുള്ള ക്ലാരിറ്റി ഈ ഒരു സമയം നിങ്ങൾക്ക് വരുമെന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയേണ്ട ചില സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഡിസിഷനൊക്കെ ഈ സമയം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സക്സസ് ആണ്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കിട്ടിയ ഒരു സക്സസ് ഈ സമയമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന കുറേ വിഷമങ്ങളൊക്കെ മാറി തീർച്ചയായിട്ടും നിങ്ങളൊരു അധികാരത്തിൻ്റെ കസേരയിലേക്ക് എത്തുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകളൊക്കെ ഇവിടെ മാനിഫെസ്റ്റ് ആകുമെന്നുള്ളതാണ്. അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുത്താൻ ഇവിടെ സാധിക്കുമെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ക്ലിയർ വിഷനാണ്. പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാവുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുമെന്നും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളത് ഇവിടെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. പുതിയ ചില പ്രതീക്ഷകൾ തേടി, ഒരുപാട് സമാധാനം തേടി നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു നന്മ അത് നിങ്ങൾക്ക് വളരെ വലിയ ഫലങ്ങൾ നേടിത്തരുമെന്നുള്ളതാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് അടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.